മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ മേഖലയിൽ രൂക്ഷമായ തോതിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയിലും ലഹരി ഉപയോഗത്തിലും പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അമ്മമാരുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ലഹരി ദ്രവ്യങ്ങൾ വിൽക്കുന്ന ഹോൾസെയിൽ വിൽപ്പനക്കാരെ കണ്ടുപിടിച്ച് നാടിനെ ലഹരിയിൽ നിന്നും മുക്തമാക്കണമെന്ന് മഹിളാ മോർച്ച നേതാക്കൾ ആവശ്യപ്പെട്ടു. കീഴ്ത്തളിയിലുള്ള എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഭാവി തലമുറ അല്ലെങ്കിൽ മക്കൾ എന്ന് പറയപ്പെടുന്ന ആ വലിയ സ്വപ്നങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തകർച്ച അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു വകുപ്പ് ഈ കേരളത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കാത്തതിൻ്റെ പേരിലാണ് ആ ചോദ്യം ഞങ്ങൾ തെരുവിലേക്ക് ചോദിക്കേണ്ടിയത്. എന്താണ് വിഷയം? മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും നീണ്ട ഘോഷയാത്ര ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പോഴും നല്ല യൂണിഫോം തേച്ച് ഭംഗിയുള്ള സ്റ്റാറും തൂക്കി മനോഹരമായിട്ടുള്ള തൊപ്പിയും വെച്ച് ഞങ്ങളുടെ നികുതി പണം മാസാമാസം വീട്ടിലേക്ക് വാങ്ങിച്ച് ശമ്പളമായി കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ണാനും തിന്നാനും കൊടുത്ത് ഞങ്ങളുടെ മക്കളെ പെരുവഴിയിലേക്ക് അടിച്ചുവിടുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢസംഘങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു കൂട്ടം ഈറ്റിക്കട്ടപ്പന്മാരായിട്ടുള്ള ഓഫീസർമാർക്ക് നേരെയുള്ള പ്രതിഷേധം തന്നെയാണ് അവരെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് നേരെയുള്ള കൃത്യമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. നിങ്ങളെ കൊണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ലെങ്കിൽ, നിങ്ങൾക്കതിനുള്ള വാഹനമില്ലെങ്കിൽ, നിങ്ങൾക്കതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ, നിങ്ങൾക്കതിനുള്ള മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് രഹസ്യമായി ഒന്ന് പറ. ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലൊന്നും ഈ മാഫിയയെ കൂട്ടി നിർത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. പ്രിയ BJP-ക്കാരെ, പ്രിയ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഭക്ഷണമുണ്ടെങ്കിൽ വേണ്ട, എടോ BJP-ക്കാരെ, ഒന്ന് പോയി അതൊന്ന് പരിഹരിക്കാൻ പ്രാപ്തിയുണ്ടോ എന്ന് ചോദിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കൊടുങ്ങല്ലൂർ അങ്ങാടിയിൽ ഈ തെമ്മാടികളെ, ഈ മാഫിയ സംഘങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം. ചെറിയ മക്കൾ മുതൽ വലിയവന്മാര് വരെ ഇന്ന് ഇതിനെ അടിമപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? കാലത്ത് പത്രം വായിക്കാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക്? അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, അനിയൻ ചേട്ടനെ കൊല്ലുന്നു, ചേട്ടൻ അനിയനെ കൊല്ലുന്നു, കാമുകനെ കൊല്ലുന്നു, കാമുകൻ കാമുകിയുടെ അമ്മയെ കൊല്ലുന്നു, കാമുകൻ കാമുകിയുടെ അച്ഛനെ കൊല്ലുന്നു, പരസ്പരം കുത്തി നോവിക്കുന്നു, പരസ്പരം ബോംബിട്ട് കൊല്ലുന്നു. ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കൊല്ലും കൊലപാതകങ്ങളുമായി വറളി പൂണ്ട് നടക്കുന്ന ഒരു കൂട്ടം ഭ്രാന്തന്മാരുടെ ലോകമായി ഈ കേരളം മതപതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി 9 വർഷക്കാലം ആഭ്യന്തര വകുപ്പ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിന്റെ 21 അംഗ മന്ത്രിസഭയുമാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ ഈ കൊടുങ്ങല്ലൂരിലെ സാധാരണക്കാർക്കോ സാമൂഹിക ബോധമുള്ളവർക്കോ സാധിക്കില്ല. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ ബാബു സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ നന്ദി പറഞ്ഞു. നേതാക്കളായ രശ്മി അനിൽ, ദീപ രാജേന്ദ്രൻ, ജിസി അനിൽകുമാർ, സജിത അമ്പാടി, സുബി പ്രമോദ്, വനിതാ കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി.